Hi, good morning. Welcome to my class. Today we are going to study surface tension. This is the part of the second chapter of this physics course. First of all, what is surface tension? Surface tension is the tendency of the fluid surfaces to shrink into the minimum surface area possible. Surface tension is the tendency of a fluid surface. ഒരു ദ്രാവകത്തിൻ്റെ സർഫസ് ഫ്രീ സർഫസ് അതിൻ്റെ ടെൻഡൻസി ടു ഷ്രിങ്ക് ഇൻ ടു മിനിമം സർഫസ് ഏരിയ ഏറ്റവും കുറഞ്ഞ വിസ്തീർണം ഉള്ള സർഫസ് ഏരിയയായി ചുരുങ്ങാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഹാവ് യു നോട്ടീസ്ഡ് വെൻ യു ഫിൽ എ ഗ്ലാസ് അപ് ടു ദ ബ്രിം വിത്ത് വാട്ടർ you can still add a few more drops till it spills out? Or have you ever broken a thermometer and observed how the mercury behaves? All this happens due to the surface tension of the surface. Let us understand the concept of the surface tension. So പല സമയത്തും you can see നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെർക്കുറി ഡ്രോപ്പുകൾ ഏറ്റവും ചെറിയ സ്പിയറുകളായി ഒരു ഗോളങ്ങളായി മാറുന്നു. അതിന് കാരണം സർഫസ് ടെൻഷനാണ്. Now come to the definition. What is surface tension? According to the definition of surface tension, it is the phenomena that occurs when the surface of a liquid is in contact with another phase. The liquid tends to acquire the least surface area possible. The surface of the liquid behaves like an elastic sheet or membrane. അതായത് വാട്ട് ഈസ് സർഫസ് ടെൻഷൻ? ഇറ്റ് ഈസ് ദ ഫിനോമിന, ഇറ്റ് ഈസ് ഒരു പ്രതിഭാസമാണ് that occurs when the surface of a liquid is in contact with another phase. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലം അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള തുറന്ന ഒരു പ്രതലം കോണ്ടാക്ട് വിത്ത് അനദർ ഫേസ്, വേറെ ഒരു മീഡിയയുമായി കോണ്ടാക്റ്റ് ആവുന്നു. then this liquid tend to acquire the least surface area possible. ഏറ്റവും കുറഞ്ഞ സർഫസ് ഏരിയ നേടാൻ ശ്രമിക്കുന്നു. മാത്രവുമല്ല, ദിസ് സർഫസ് ബിഹേവ്സ് ലൈക്ക് എലാസ്റ്റിക് ഷീറ്റ്, എലാസ്റ്റിസിറ്റി കാണിക്കുന്നു. സർഫസ് ടെൻഷൻ ഈസ് ദ ടെൻഷൻ ഓഫ് ദ സർഫസ് ഫിലിം ഓഫ് എ ലിക്വിഡ് കോസ്ഡ് ബൈ ദ അട്രാക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ സർഫസ് ലെയർ by the bulk of the liquid, which tends to minimize surface area. ഒരു ദ്രാവകത്തിൻ്റെ ഏറ്റവും മുകളിലെ പ്രതലത്തിലെ ഫിലിം, ഒരു ചെറിയ ഒരു പാളി, ഒരു ഫിലിം, അതിൻ്റെ ടെൻഷനാണ് എന്തുകൊണ്ടുണ്ടാകുന്നു ചോദിച്ചാൽ ദ അട്രാക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ സർഫസ് ലെയർ ബൈ ദ ബൾക്ക് ഓഫ് ദ ലിക്വിഡ്. ആ പ്രതലത്തിലുള്ള മോളിക്യൂൾസ്, പാർട്ടിക്കിൾസിൻ്റെ അട്രാക്ഷൻ ബൈ ദ ബൾക്ക് ഓഫ് ദ, അതിന് താഴെയുള്ള മുഴുവൻ ദ്രാവകത്തിലെ മോളിക്യൂളുകൾ ഈ പ്രതലത്തിലുള്ള മോളിക്യൂളുകളെ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. സർഫസ് ടെൻഷൻ not only depends upon the forces of attraction between the particles within the given liquid, but also on the forces of attraction of solid, liquid or gas in contact with it. The energy which is responsible for the phenomenon of surface tension may be thought of as approximately equivalent to the work or energy required to remove the surface layer of molecules in a unit area. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിലുള്ള ആ പ്രതലത്തിൽ ഉള്ള മോളിക്യൂളുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. മോളിക്യൂൾസുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. ആ മോളിക്യൂളിൽ താഴെയുള്ള മോളിക്യൂൾസ് അട്രാക്റ്റ് ചെയ്യുന്നു.
മാത്രമല്ല ആ ലിക്വിഡിൽ കോണ്ടാക്റ്റ് ഉള്ള എയർ അട്രാക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള അട്രാക്ഷൻ ബലം, ആകർഷണ ബലം കൊണ്ടാണ് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്. ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇത് എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. മാത്രവുമല്ല ദ എനർജി റെസ്പോൺസിബിൾ ഫോർ ദ സർഫസ് ടെൻഷൻ, ഈ സർഫസ് ടെൻഷന് ആവശ്യമായ ഊർജം may be thought of as equivalent to the work or energy required to remove the surface layer of molecules. ഈ ദ്രാവകത്തിൻ്റെ പ്രതലത്തിൽ, ഉപരിപ്രതലത്തിലുള്ള മോളിക്യൂൾസിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ ഊർജം, വർക്ക്, ജോലി, അത് ഏകദേശം സർഫസ് ടെൻഷൻ്റെ ഊർജത്തിന് തുല്യമായിരിക്കും. സർഫസ് ടെൻഷൻ ബേസിക്കലി ഒരു ഫോഴ്സ് ആണ്, പക്ഷേ ഫോഴ്സിൻ്റെ ഒരു സെൻറ്റിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 സെൻറ്റിമീറ്ററിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ദാറ്റ് ഈസ് ഫോഴ്സ് പെർ ലെങ്ത്. 1 സെൻറ്റിമീറ്റർ നീളമുള്ള ഫിലിമിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഫോഴ്സിനെയാണ് സർഫസ് ടെൻഷൻ. സോ സർഫസ് ടെൻഷൻ ഈസ് നോർമലി മെഷേർഡ് ഇൻ ഡൈൻസ് പെർ സെൻറ്റിമീറ്റർ. Dynes is a unit of force, centimeter is a unit of length. അപ്പോൾ 1 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഫിലിമിനെ ഉടയ്ക്കാൻ ആവശ്യമായ ഫോഴ്സ്, ഡൈനിലുള്ള ഫോഴ്സിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. So you can see here the table having the liquids, various liquids and the surface tension. So you can see the value of the surface tension of different liquids. ഓരോ ദ്രാവകങ്ങളും അതിൻ്റെ സർഫസ് ടെൻഷൻ്റെ വാല്യൂസും കാണാൻ സാധിക്കുന്നു. ഹൈഡ്രജന് 2.4 ഉണ്ട്, അതേസമയം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന് 114 ഉണ്ട്. അപ്പോൾ ഓരോ ലിക്വിഡ് മാറുന്നതിനനുസരിച്ച് സർഫസ് ടെൻഷൻ മാറുന്നു. So once again I am repeating, surface tension is the tendency of liquid surface to shrink into the minimum surface area possible. Surface tension allows insects to float and slide on a water surface without becoming submerged. ഒരു വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ കൊതുക് അതുപോലെയുള്ള പ്രാണികൾക്ക് ഫ്ലോട്ട് ചെയ്യാൻ, അതിനുള്ളിൽ മുങ്ങിപ്പോകാതെ നടന്നു പോകാൻ സഹായിക്കുന്നത് സർഫസ് ടെൻഷനാണ്. At liquid air interfaces, surface tension results from the greater attraction of liquid molecules to each other than to the molecules in the air. ഒരു ലിക്വിഡ് എയർ ബൗണ്ടറി നമ്മൾ എടുക്കുകയാണെങ്കിൽ സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത് ലിക്വിഡ് മോളിക്യൂൾസ് ടു ഈച്ച് അതർ, കൊഹസീവ് ഫോഴ്സ്, അതായത് ഒരു ലിക്വിഡ് മോളിക്യൂളും വേറൊരു ലിക്വിഡ് മോളിക്യൂളും തമ്മിലുള്ള ഫോഴ്സിനെയാണ് കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ കൊഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ആയിരിക്കും ദാൻ ടു ദ അഗസീവ് ഫോഴ്സ്. ലിക്വിഡ് മോളിക്യൂളും എയർ മോളിക്യൂളും തമ്മിലുള്ള ഫോഴ്സാണ് അഗസീവ് ഫോഴ്സ്. അപ്പോൾ ഒരു ലിക്വിഡ് എയർ ബൗണ്ടറി എടുത്താൽ കൊഹസീവ് ഫോഴ്സ് കൂടുതലായിരിക്കും, അഗസീവ് ഫോഴ്സ് കുറവായിരിക്കും. ഈ അധികമായ കൊഹസീവ് ഫോഴ്സാണ് സർഫസ് ടെൻഷന് ഒരു കാരണം. There are 2 primary mechanisms in play. One is an inward force on the surface molecules causing the liquid to contract. Second is the tangential force parallel to the surface of the liquid. The net effect is the liquid behaves as if its surface were covered with a stretched elastic membrane. 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. One is an inward force on the surface molecules. സർഫസിലുള്ള തന്മാത്രകൾ ഒരു കോൺട്രാക്ട്, കോസിങ് ദ ലിക്വിഡ് കോൺട്രാക്ട്, ആൻ ഇൻവേർഡ് ഫോഴ്സ് ഓൺ ദ സർഫസ് മോളിക്യൂൾസ്. സർഫസിലുള്ള തന്മാത്രകൾ അതിന് താഴെയുള്ള തന്മാത്രകൾ ഈ സർഫസിലുള്ള തന്മാത്രകളെ ആകർഷിക്കുന്നു. അത് കാരണം സർഫസിലുള്ള തന്മാത്രകൾക്ക് ഉള്ളിലേക്ക് പോകാനുള്ള ഒരു ബലം ഉണ്ടാകുന്നു. അതുകൊണ്ട് സർഫസ് മോളിക്യൂൾസ് സർഫസ് കോൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങുന്നു. സെക്കൻഡ് ഈസ് എ ടാൻജൻഷ്യൽ ഫോഴ്സ് പാരലൽ ടു ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്. മാത്രമല്ല ആ സർഫസ് എടുത്താൽ ആ സർഫസിൻ്റെ
ഒരു ലൈൻ നമ്മൾ വരച്ചാൽ ആ ലൈനിന് ടാൻജൻഷ്യൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. The net effect is the liquid behaves as if the surface were covered with a stretched elastic membrane. ഈ രണ്ട് മെക്കാനിസം കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ ലിക്വിഡ്, ആ ദ്രാവകം ബിഹേവ് ചെയ്യുന്നു ആസ് ഇഫ് ഇറ്റ് സർഫസ്, ആ ദ്രാവകത്തിൻ്റെ സർഫസിൽ ഒരു എലാസ്റ്റിക് മെംബ്രെയിൻ കൊണ്ട് മറച്ചതുപോലെ ബിഹേവ് ചെയ്യുന്നു. Because of the relatively high attraction of water molecules to each other through hydrogen bonds, water has a higher surface tension than most other liquids. വാട്ടർ മോളിക്യൂളുകളുടെ അട്രാക്ഷൻ വളരെയധികം കൊഹസീവ് ഫോഴ്സ് ഉണ്ട്. രണ്ട് വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ വളരെയധികം അട്രാക്ട് ചെയ്യുന്നു ബിക്കോസ് ഓഫ് ദ ഹൈ കൊഹസീവ് ഫോഴ്സ് ആൻഡ് ദ ഹൈഡ്രജൻ ബോണ്ടിങ് ദാൻ മോസ്റ്റ് അതർ ലിക്വിഡ്സ്. മറ്റ് ദ്രാവകങ്ങളെക്കാളും വാട്ടർ മോളിക്യൂൾസ് വളരെ ശക്തിയായി അട്രാക്ട് ചെയ്യുന്നു. ആൻഡ് സർഫസ് ടെൻഷൻ ഇസ് എ റീസൺ ഫോർ കാപ്പിലാരിറ്റി. കാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഫിനോമിനൻ, പ്രതിഭാസത്തിന് കാരണം സർഫസ് ടെൻഷനാണ്. Surface tension has the dimension of force per unit length, or in other words, energy per unit area. So, when referring to energy per unit area, we use the surface energy, which is a more general term in the sense that it applies also to solids. You can see in this diagram the cohesive forces of the molecules in a liquid. രണ്ട് മോളിക്യൂളുകൾ, രണ്ട് ദ്രാവക മോളിക്യൂളുകൾ, തന്മാത്രകൾ അട്രാക്ട് ചെയ്യപ്പെടുന്നു കോഹസീവ് ഫോഴ്സിലൂടെ. അപ്പോൾ ഒരു മോളിക്യൂളിന് ചുറ്റുമുള്ള മറ്റു മോളിക്യൂളുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു. ഈ കോഹസീവ് ഫോഴ്സ് കൊണ്ട് ഒരു മോളിക്യൂൾ എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെ ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ ആ മോളിക്യൂളിലെ നെറ്റ് ഫോഴ്സ് 0 ആകുന്നു. The molecules at the surface do not have the same molecules on all sides of them and therefore are pulled inwards. എന്നാൽ ഈ പ്രതലത്തിലുള്ള മോളിക്യൂളുകൾ എടുത്താൽ ആ മോളിക്യൂളുകൾക്ക് ചുറ്റും എല്ലാ സ്ഥലത്തും മോളിക്യൂൾസ് ഇല്ല. ഉദാഹരണം, ആ മോളിക്യൂൾസിന് മുകളിൽ വേറെ മോളിക്യൂൾ ഇല്ലാത്തതുകൊണ്ട് ആ നെറ്റ് ഫോഴ്സ് 0 അല്ല. It produces some internal pressure and force on the liquid surface. അത് കാരണം ഒരു പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് ലിക്വിഡ് സർഫസിൽ മാത്രം ഉണ്ടാകുന്നു. That is, it will contract to the minimum area. A tension parallel to the surface at the liquid air interface, which will resist an external force due to the cohesive nature of water molecules. അത് വാട്ടർ മോളിക്യൂൾസിൻ്റെ കോഹസീവ് ഫോഴ്സ് കൊണ്ട് പുറത്തു നിന്നും ഒരു ഫോഴ്സ് ആക്ട് ചെയ്താലും അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അത് കാരണം you can see the mosquito walking on the surface of water, or you can see floating insects on the water. The forces of attraction acting between the molecules of the same type are called cohesive force, while those acting between the molecules of different types are called aggressive force. The balance between the cohesion of the liquid and its adhesion to the material determines the degree of wetting or the contact angle. ഈ ലിക്വിഡുകൾ തമ്മിലുള്ള കോഹസീവ് ഫോഴ്സും ആ ലിക്വിഡ് മോളിക്യൂളും അതിൻ്റെ കണ്ടെയ്നർ, ആ ലിക്വിഡ് ഇരിക്കുന്ന പാത്രത്തിലെ മോളിക്യൂളുകൾ തമ്മിലുള്ള അഗസീവ് ഫോഴ്സും കോണ്ടാക്റ്റ് ആംഗിൾ തീരുമാനിക്കുന്നു. അതായത് ഈ സർഫസ്, ആ കണ്ടെയ്നറിലും ലിക്വിഡും തമ്മിലുള്ള സർഫസിൽ തമ്മിലുള്ള ആംഗിളാണ് കോണ്ടാക്റ്റ് ആംഗിൾ. ആൻഡ് ദ ഷേപ്പ് ഓഫ് മെനിസ്കസ്, ചില ദ്രാവകങ്ങൾ കോൺവെക്സ്, ചില ദ്രാവകങ്ങൾ കോൺകേവ് ആയിരിക്കും. ഉദാഹരണം, വെൻ കൊഹാഷൻ ഡോമിനേറ്റ്സ്, ലിക്വിഡും തമ്മിലുള്ള ഫോഴ്സ് കൂടുതലാണെങ്കിൽ ദ വെറ്റിംഗ് ഇസ് ലോ, മെനിസ്കസ് കോൺവെക്സ് ആയിരിക്കും അറ്റ് ദ വെർട്ടിക്കൽ വാൾസ്. ഫോർ എക്സാമ്പിൾ, മെർക്കുറിയുടെ മെനിസ്കസ് നമ്മൾ നോക്കിയാൽ കോൺവെക്സ് ആയിരിക്കും. മെർക്കുറി ഇൻ എ ഗ്ലാസ് vessel, you can see the mercury will make a upper curve, that is a convex. On the other hand, when you see water in a glass,
ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ സർഫസ്, ടോപ്പ് സർഫസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഏറ്റവും മുകളിലത്തെ സർഫസ് നോക്കിയാൽ അത് കോൺകേവ് ആയിരിക്കും. കോൺകേവ് എന്ന് പറഞ്ഞാൽ അത് താഴേക്ക് കർവായിരിക്കും. അതിന് കാരണം ദ അഗസീവ് ഫോഴ്സ് ഇസ് മോർ ദാൻ ദ കൊഹസീവ് ഫോഴ്സ്. വാട്ടർ തമ്മിലുള്ള ഫോഴ്സും വാട്ടർ ഗ്ലാസ് തമ്മിലുള്ള ഫോഴ്സും നോക്കിയാൽ വാട്ടർ ഗ്ലാസ് ഫോഴ്സ് കൂടുതലാണ്, വാട്ടർ ഫോഴ്സ് കുറവായിരിക്കും. Surface tension is responsible for the shape of liquid drops. You can see the drops of liquid are spherical. The droplets of water tend to pulled into a spherical shape by the imbalance in the cohesive force of the surface layer. ഈ സർഫസിൽ ഏറ്റവും പുറത്തുള്ള മോളിക്യൂളുകൾ കൊഹസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അത് ബാലൻസ് ചെയ്ത് നെറ്റ് ഫോഴ്സ് 0 അല്ല, ബാലൻസ് ചെയ്തിട്ടില്ല. In the absence of other forces, drops of all liquids will be approximately spherical. മറ്റ് ഫോഴ്സുകൾ, ഗ്രാവിറ്റി ഒന്നും ഇല്ലെങ്കിൽ എല്ലാ ലിക്വിഡുകളുടെയും ഡ്രോപ്പുകൾ അതായത് ഗോളാകൃതിയിലായിരിക്കും. The spherical shape minimizes the necessary wall tension of the surface layer according to Laplace law. ഈ spherical shape minimizes the wall tension. So if in terms of എനർജിയുടെ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ എ മോളിക്യൂൾ ഇൻ കോൺടാക്ട് വിത്ത് എ നെയ്ബർ ഈസ് ഇൻ എ ലോവർ സ്റ്റേറ്റ് ഓഫ് എനർജി ദാൻ ഇറ്റ് വെയർ എലോൺ. ഒരു മോളിക്യൂൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാളും വേറൊരു മോളിക്യൂളിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആ മോളിക്യൂളിൻ്റെ എനർജി കുറവായിരിക്കും. എന്തുകൊണ്ട്? ദ ഇൻറ്റീരിയർ മോളിക്യൂൾസ് ഹാവ് ആസ് മെനി നെയ്ബേഴ്സ് ആസ് ദേ പോസിബിളി ഹാവ്, ബട്ട് ദ ബൗണ്ടറി മോളിക്യൂൾസ് ആർ മിസ്സിംഗ് നെയ്ബേഴ്സ്. ഏറ്റവും പുറത്തുള്ള മോളിക്യൂൾ, സർഫസിലുള്ള മോളിക്യൂളുകൾക്ക് നെയ്ബേഴ്സ് കുറവായിരിക്കും കമ്പയർഡ് ടു ദ മോളിക്യൂൾസ് ഇൻ ദ ഇൻറ്റീരിയർ. ഏറ്റവും ഉള്ളിലുള്ള മോളിക്യൂളുകൾക്ക് എല്ലാ വിഷയത്തിലും നെയ്ബേഴ്സ് ഉണ്ടായിരിക്കും. എന്നാൽ ദ്രാവകത്തിൻ്റെ സർഫസിലുള്ള മോളിക്യൂൾസുകൾക്ക് താഴെ മാത്രമേ മോളിക്യൂൾസ് ഉണ്ടാവുള്ളൂ, പക്ഷേ മുകളിൽ മോളിക്യൂൾസ് ഇല്ല. ആൻഡ് ദ എനർജി ഈസ് മോർ. ഫോർ ദ ലിക്വിഡ് ടു മിനിമൈസ് ഇറ്റ്സ് എനർജി സ്റ്റേറ്റ്, the number of higher energy molecules must be minimized. അതിൻ്റെ എനർജി, മൊത്തം ദ്രാവകത്തിൻ്റെ ആ ഗ്ലാസ്സിലുള്ള മൊത്തം ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ ആ മൊത്തം ലിക്വിഡിൻ്റെ എനർജി കുറയ്ക്കണമെങ്കിൽ സർഫസിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയ്ക്കണം. The minimized number of boundary molecules results in a minimum surface area. ബൗണ്ടറി മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയയും കുറയും. As a result of surface area minimization, a surface will assume the smoothest shape it can. According to mathematics, a smooth shape is a surface area that uses Euler-Lagrange equation. Any curvature on the surface shape results in a greater area. മാത്സ് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ സർഫസ് ഏരിയ വരുന്നത് ഒരു സ്മൂത്ത് സർഫസ് ആയിരിക്കുമ്പോഴാണ്. ഏതെങ്കിലും വളവ് ഉണ്ടാകുമ്പോൾ ആ സർഫസിൻ്റെ ഏരിയ കൂടുന്നു, അതുകൊണ്ട് എനർജി കൂടുന്നു. ഏറ്റവും കുറഞ്ഞ സർഫസ് ഏരിയ വരുന്നത് ഒരു സ്പിയറിനാണ്. ഇനി അടുത്തത്, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് സർഫസ് ടെൻഷൻ? സർഫസ് ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന എന്തൊക്കെ മാറ്റങ്ങൾ, ഫലങ്ങൾ എന്താണ്? ഫോർ എക്സാമ്പിൾ, റെയിൻ വാട്ടർ ഓൺ എ വാക്സി സർഫസ് ലൈക്ക് ലീഫ്. ഒരു ഇലയിൽ മഴത്തുള്ളി വീണാൽ ആ മഴത്തുള്ളിയുടെ ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കും. യു സീ ദ വാട്ടർ അഗേൻസ് വീക്ക്ലി ടു വാക്സ് ആൻഡ് സ്ട്രോങ്ലി ടു ഇറ്റ് സെൽഫ്. സോ മഴത്തുള്ളിയും വെള്ളത്തിൻ്റെ മോളിക്യൂളും ലീഫ് മോളിക്യൂളും തമ്മിലുള്ള ഫോഴ്സ് വളരെ വീക്കാണ് കമ്പയർഡ് ടു ദ വാട്ടർ ഫോഴ്സ്. വാട്ടർ മോളിക്യൂളും തമ്മിലുള്ള ഫോഴ്സ് വളരെ സ്ട്രോങ് ആണ്. വാട്ടർ മോളിക്യൂളും ലീഫ് മോളിക്യൂളും തമ്മിലുള്ള ഫോഴ്സ് വളരെ കുറവാണ്. So the water cluster into drops. So that means it will give you a spherical shape. And also the formation of drops occurs when the mass of liquid is stretched. So you see here, sometimes if you want to remove a small water amount of liquid from a bulk liquid, and if you stretch that, you will see that suddenly that becomes a spherical drop.
but there is a small change in shape of the drop because of gravity. So the gravity will try to pull the drop downward, and at the same time the surface tension acts to minimize the area. So that is not a perfect sphere. Another example is the object is floating, that is the object which is denser than water, but that body float when the object is non-wettable and the weight is very small. For example, mosquitoes, water striders that use surface tension to walk on the surface. So the water strider leg means there is no attraction between molecules of the leg and the molecules of water. So when the leg pushes down on the water, the surface tension of the water tries to recover its flatness due to the deformation due to the leg. So that means a mosquito can walk in the surface of water because of the elastic like behavior of the water surface. Separation of oil and water is caused by a tension in the surface between dissimilar liquids. So this type of surface tension is called interfacial surface tension. So that means if you want to separate an oil, ഒരു വെള്ളവും ഓയിലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സർഫസ് ടെൻഷൻ ഉപയോഗിക്കാം. This type of surface tension is called interfacial surface tension, but its chemistry is the same. Tears of wine is the formation of drops and rivulets on the side of a glass containing an alcoholic beverage. Its cause is a complex interaction between the different surface tension of water and ethanol. It is induced by a combination of surface tension modification of water by ethanol. You can see here in the figures a leaf, water drop in a leaf, water dripping from a tap, and a water strider like a mosquito walking on the water, lava lamp with interaction between dissimilar liquids, photo showing the tears of wine phenomena. So with this, one more thing is when we use some materials to reduce surface tension, soap bubbles have very large surface areas with little mass. So bubbles in pure water are unstable. So what the addition of surface surfactants like detergents powder can have a stabilizing effect on the bubbles. So it will reduce the surface tension of water, that will help the bubbles to become stable. Emulsion are a type of colloid in which surface tension plays a vital role. Tiny fragments of oil are suspended in pure water will spontaneously assemble themselves into much larger masses. But the presence of a surfactant provides a decrease in surface tension, which permits stability of minute droplets of oil in the bulk of water. അതായത് ചെറിയ ഓയിലിൻ്റെ ചെറിയ ചെറിയ തുള്ളികൾ വെള്ളത്തിൽ അത് ഒരുമിച്ച് ചേർന്ന് വലിയ തുള്ളിയാവുന്നു. എന്നാൽ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചാൽ അത് സംഭവിക്കില്ല. താങ്ക് യു ഓൺ ആൻഡ് ഓൾ.